പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോളിഫ്ലവർ ഫ്രൈയുമായിട്ടാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ ഇതാണ് കോളിഫ്ലവർ. നമുക്ക് മുറിച്ചെടുത്ത് വരാം. കോളിഫ്ലവർ മുറിച്ചെടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് അതിനു വേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഫസ്റ്റ് തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, കോൺഫ്ലവർ, മൈദ, ടൊമാറ്റോ സോസ്, ഒരു സ്പൂൺ സോയാ സോസ്, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കുറച്ചായി ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ആക്കാം. ഈ ബാറ്റർ ഈ കോളിഫ്ലവർക്ക് നല്ലോണം പിടിക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇപ്പോൾ ഈ ബാറ്റർക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടി. അത് ചൂടാവട്ടെ. പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത്ര ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ നല്ലോണം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമുക്ക് അടുത്തതും ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയല്ലോ എൻ്റെ വീഡിയോ. പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരെയും ബൈ ബൈ. അസ്സലാമു അലൈക്കും.